നിങ്ങൾ ഗ്ലാസ്മേറ്റ് ആണല്ലേ? അതും അയാളുടെ വീട്ടിൽ വെച്ച്. ഗ്ലാസ്മേറ്റ് വീട്ടിൽ കൊണ്ടുപോയി അടിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ ആർക്കും. ഒന്ന് രണ്ട് തവണ. അല്ല, ഇതൊക്കെ സാറിനോട് ആരാ പറയണ? കഷ്ടകാലത്തിന് പോലീസിലായി പോയില്ലേ ഞാൻ ആ ജോലി. ആ, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും പരിചയക്കാരായതുകൊണ്ട് പോയതാണ്. ശരി, ഞാൻ വിശ്വസിച്ചേക്കാം. പക്ഷേ നീ എന്തിനാ താലൂക്ക് ആശുപത്രിയിൽ പോയത്? അതും ലക്ഷ്മണനെ കാണാനായിരുന്നോ? അത് ഞാൻ അവളെ കാണാൻ പോയതാ. ആരെ? ലക്ഷ്മണുമായിട്ടുള്ള അടുപ്പം ശരി, പക്ഷെ അയാളുടെ മോളുമായിട്ട് അതേ അടുപ്പം ഉണ്ടായിരുന്നു. ഇത് പൊന്നിയായിട്ട് ഇതല്ല, വേറൊരു പെൺകുട്ടി. അവിടെ തന്നെ നേഴ്സാണ്, താലൂക്ക് ആശുപത്രിയിൽ. എന്താ അവളുടെ പേര്? തൻസി. അപ്പോൾ അവളെ കാണാൻ പോയതാ? ആ, ആയിക്കോട്ടെ, നാളെ ഞാൻ ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കും. ഞാനെന്തായാലും വിശദമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇപ്പോ പോലീസുകാരും കല്യാണ കേസുകളൊക്കെ അന്വേഷിച്ചു തുടങ്ങിയാ. ജോലിയുടെ ഭാഗമാണ്. നടക്കട്ടെ. പിന്നെ നിന്റെ കഥകളൊക്കെ എനിക്കറിയാം. BSc നഴ്സിംഗ് റാങ്കോടെ പാസ്സായി കാനഡയിൽ പോകാൻ കൊതിയോടെ നിൽക്കുമ്പോഴാണ് 1-2-3 അടിപൊളി കേസുകളൊക്കെ പോയി പെട്ട് ഇപ്പോൾ പാസ്പോർട്ട് എടുക്കാൻ പറ്റാതെ നിൽക്കുകയെന്ന് അമ്മ പറഞ്ഞു. ഒന്ന് ഓർമ്മപ്പെടുത്തിയതേ ഉള്ളൂ. ആ JP. ഹലോ, സാറെവിടെ? ഞാൻ എൻ്റെ വീട്ടിലുണ്ട്. ആ, കള്ളുടിയാണെങ്കിൽ ഇന്ന് വയ്യ. ഛേ, അതിനല്ലെന്നേ. എന്നാൽ ഞാനൊരു അരമണിക്കൂറിനകത്താം. ആ, ശരി അനുവേ, പോട്ടെ അമ്മേ. ശരി. എന്തുട്ടാ പ്രശ്നം? എന്ത് പ്രശ്നം? അമ്മ തന്നെ എല്ലാവരോടും ഈ പാസ്പോർട്ടിന്റെ കാര്യം പറഞ്ഞോളൂ. പിന്നെ പറയാണ്ട്. ലക്ഷ്മേട്ടാ, പൊന്നിക്ക് എങ്ങനെയുണ്ട്? ബോധം വന്നിട്ടില്ല. എല്ലാം ശരിയാവും. വല്ലതും കഴിച്ചാ? വേണ്ട, ഞാനിപ്പോൾ ആശുപത്രിയിലേക്ക് തന്നെ പോകും. എന്തേലും തരട്ടെ? വേണ്ട, ഞാൻ പോകും. ശരി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? JPയുടെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ശ്രദ്ധിക്കുക. എന്താ ഇത്ര ടെൻഷൻ? ഒന്നുമില്ലടി. മണി 11 ആയില്ലേ? ഇനിയെങ്കിലും ഒന്ന് ഓഫാക്കി വെച്ചൂടെ? താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഡോക്ടറാ. ആ ഡോക്ടറെ. സാർ, എനിക്ക് സാറിനോട് ആ പെൺകുട്ടിയുടെ കേസിനെ പറ്റി കുറച്ച് ലീഡ് ഷെയർ ചെയ്യണ്ടായിരുന്നു. ഒന്ന് കാണണമായിരുന്നല്ലോ. ഞാനിപ്പോൾ വരാം, ഒരു അരമണിക്കൂർ. അയ്യോ, ഇന്ന് വേണ്ട, ഞാൻ ദേ ഇറങ്ങിയതേ ഉള്ളൂ. നാളെ രാവിലെ റൗണ്ട്സിന്റെ മുന്നിൽ നിന്ന് വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഞാൻ മോർണിംഗ് 8:30 എത്താം. ആ, ഹലോ. ആ, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ആ, അങ്ങോട്ട് വരാം. അത് അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊരു ചിന്ത ചില ഡോക്ടേഴ്സിനുണ്ട്. ദാറ്റ്സ് എ ഫാക്ട്. പക്ഷേ സാർ ഇത് സീരിയസ് ആയി പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ട് കുട്ടീനെ ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആൻഡ് ഡീപ്പ് എക്സാമിൻ ചെയ്തു. എനിക്ക് 3 പോയിന്റുകളാണ് പറയാനുള്ളത്. പറയൂ. നമ്പർ 1, ഷീ ഈസ് നോട്ട് എ വെർജിൻ. ഓ, അതൊരു തെറ്റാണെന്നൊന്നുമല്ല. ഒരു പക്ഷേ ഫോഴ്സ്ഡ് ആയിട്ടുള്ള സെക്സ് ആണെങ്കിൽ കാര്യം മാറിയില്ലേ? യു മീൻ റേപ്പ്? ഉറപ്പൊന്നുമില്ല. നമ്പർ 2, കുട്ടിയുടെ ഇടത് തൊടയിൽ ഒരു മൈൽഡ് ചതവ് കാണുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല. അവളുടെ കഴുത്തിൽ ബലമായി ആരോ ഞെക്കിപ്പിടിച്ചിട്ടുണ്ട്. അതിലിപ്പോ കയറ് മുറുകേന്റെ ശതം എത്ര, കൈ ഞെക്കിപ്പിടിച്ചതിന്റെ ശതം എത്രയാണെന്ന് എനിക്കിപ്പോ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. യു മീൻ ആരോ അവളെ കൊല്ലാനായി കഴുത്തിന് കുത്തിപ്പിടിച്ചു, മരിച്ചെന്ന് കരുതി കെട്ടിത്തൂക്കാൻ ശ്രമിച്ചു. ഇസ് ഇറ്റ്? ആയിക്കോടുന്നില്ല. ഇതിപ്പോൾ 3-ാമത്തെ ദിവസമാണ്
കുട്ടിയുടെ കഴുത്തിൻ്റെ ഭാഗമൊക്കെ നിങ്ങളുടെ ക്ലീനിങ്ങിൽ കഴിഞ്ഞു കാണും. എങ്കിലും വിരലടയാളം എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി. എല്ലാം ചെയ്തിട്ടുണ്ട്, ബട്ട് ട്രേസസ് വിൽ ബി ദേ. യു പീപ്പിൾ ക്യാൻ ചെക്ക് ഇറ്റ്. പിന്നെ ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. എന്നാൽ ഞാൻ അങ്ങോട്ട്. ആ സാറേ, SP വിളിച്ചിരുന്നു. കുറച്ച് ചൂടില്ല. മറ്റേ കേസിൽ നമ്മൾ ഉഴപ്പുന്നു എന്നാണ് അവർ പറയുന്നത്. ആദ്യം ഈ കേസൊന്നും തീരുമാനം ആവട്ടെ ശോഭ. ശരി. അതെ സാറേ, ഈ ലക്ഷ്മണന് സ്വയം തരുന്നില്ല ഏട്ടാ. സാറെ പോരും എന്ന് ചോദിച്ചിട്ട്. ഏതായാലും ഇത്ര നേരം ആയില്ലേ, ഞാൻ വന്നിട്ട് പോകാന്ന് പറ. ആ ആ ശരി സാർ. കിട്ടിയോ? ബാ. അവിടെ ചെന്നിരിക്കും. സാറെ പോരും. വരൂടോ. ഇരിക്കും. ആ സർ, എങ്ങോട്ടാ? സർ ആ പോക്സോൻ്റെ ഒരു വിക്നസ് ഉണ്ട്, അയാളൊന്ന് കണ്ടിട്ട് വരാം. പോകുന്ന വഴി റേഞ്ച് ഓഫീസർ ഒന്ന് കയറിയിട്ടെ ആ റെയ്ഡിൻ്റെ കൺസെൻറ്റ് എന്തായെന്ന് ചോദിച്ചാൽ. ശരി സർ. ആ ലക്ഷ്മണ, ഊണ് കഴിച്ചായിരുന്നോ? ഇല്ല സർ, ഞാൻ ഷോ നേരെ എത്ര ആയല്ലോ. അശോക, ഇയാൾക്ക് ആഹാരം ഒന്നും കൊടുക്കാത്തത്? അത് സാറേ, അത് പിന്നെ സാറേ പാർസൽ വല്ലതും മേടിക്കണോ? ഒരു കാര്യം ചെയ്യും, നമ്മൾ വരുന്ന വഴി കഴിച്ചാലേ. എനിക്ക് വന്ന പൊതിയില്ലേ, ആ. അത് ലക്ഷ്മണൻ കൊടുക്കേ. ആ ശരി. ഊണ് കഴിച്ചിട്ട് പോവാം. ചേട്ടാ, സിയെ വിളിക്കുന്നു. ചെല്ലു. ലക്ഷ്മണ, ഊണ് കഴിച്ചായിരുന്നോ? ആ. വാ. ഇരിക്ക്. ലക്ഷ്മണ, ആ. നീ ഇനി സമാധാനമായിട്ട് പറ, നിന്റെ മോളെ നീ എന്തിനാ കൊല്ലാൻ നോക്കിയത്? എന്താ? തെളിവുകളോടെയാണ് എൻ്റെ ചോദ്യം. നീ നിന്റെ മോളെ എന്തിനാ കൊല്ലാൻ നോക്കിയെന്ന്.